എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ വരുന്ന വണ്ടി കണ്ടോ? ഈ വണ്ടിയിലാണ് ഇന്ന് ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു സോളോ ട്രിപ്പിന് പോകുന്നത്. സോളോ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അതായത് ഭയങ്കര ദൂരമുള്ള സ്ഥലത്തൊന്നല്ല ഞാൻ പോകുന്നത്. ഞാൻ നിൽക്കുന്നത് ആക്ച്വലി ഫ്രാൻസിന് ബോർഡറിൽ തന്നെയാണ്. സോ ഒരു 30 മിനിറ്റ്സിൽ നമുക്ക് ഫ്രാൻസിലെത്താം കേട്ടോ. അപ്പോൾ ഒരു ഫ്രഞ്ച് കൺട്രി സൈഡിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. താങ്ക്സ് ടു മൈ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എനിക്കുണ്ടായിരുന്ന ആ ഒരു പേടി ഞാൻ പുറത്ത് അങ്ങനെ ഒന്ന് വെളിപ്പെടുത്തിയത്. ആൻഡ് എനിക്ക് കിട്ടിയ കോമൻസ് എന്ന് പറയുന്നത് ഗൈസ്, ലൈക്ക് എനിക്ക് ലിറ്ററലി ഞാൻ കണ്ണ് നനഞ്ഞുപോയി. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് എനിക്ക് ഓരോരുത്തരും കമൻറ്റ് ചെയ്തത്. ആൻഡ് യെസ്, നമ്മൾ സാരഗുമൈൻസ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. എനിക്ക് അങ്ങനെയാണോ പ്രൊണൗൺസിയേഷൻ എന്ന് പോലും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ് ഗൈസ്. ഇറ്റ് ഫെൽറ്റ് സോ വർത്ത് ഇറ്റ്. ലൈക്ക് ആ ഒരു ഡിസിഷൻ എടുത്ത് ഒറ്റയ്ക്ക് വണ്ടി കയറി പോകാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയേ അല്ല. ഓ മൈ ഗോഡ്, ഐ കാൻറ്റ് ബിലീവ് ദിസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്രാൻസിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ നിൽക്കുന്ന ജർമ്മനീനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻറ്റ് തന്നെയായിരുന്നു. ഫ്രഞ്ച് ആർക്കിടെക്ചറൊക്കെ നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം അടിപൊളിയാണ്. എനിക്കിവിടെ സ്ഥലങ്ങളൊന്നും അറിയില്ല, ബിക്കോസ് ലാംഗ്വേജും അറിയില്ല ഫ്രഞ്ച് ആയതുകൊണ്ട്. ബട്ട് ഇന്ന് നമുക്ക് ഓ മൈ ഗോഡ്, പാർലമെൻറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന എന്തൊരു സ്ഥലമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഇത് കോടതിയാണ്, അല്ലെങ്കിൽ ഇത് പാർലമെൻറ്റ് പോലെ എന്തൊരു സംഭവമാണ്. എന്താണേലും ഇങ്ങനെ നടന്നപ്പോൾ നല്ല സണ്ണി ആയിരുന്നു. ലൈക്ക് ഭയങ്കര ഒരു എന്നോട് തന്നെ എനിക്ക് പാറ്റ് മൈസെൽഫ് ഇൻ ദ ബാക്ക് ആൻഡ് യു ഡിഡ് ഇറ്റ് ഗേൾ എന്നൊക്കെ പറയാൻ തോന്നി. ഇത് ചെറിയൊരു കാര്യം തന്നെയാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ്. ബിക്കോസ് സോഷ്യലി ആൻസൈറ്റി ഉള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ളൊരു ഞാൻ ഭാഷ പോലും അറിയാത്തൊരു രാജ്യത്ത് വന്നിട്ട് ഇതേപോലെ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് റിയലി നീഡ് ടു ബി അപ്രിഷിയേറ്റബിൾ, റൈറ്റ്? സത്യം പറഞ്ഞ് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. മൈ ഗോഡ്, എനിക്കറിയില്ല. എനിക്കിപ്പോഴും എനിക്ക് എവിടുന്ന് ഇത്ര ധൈര്യം കിട്ടിയെന്നുള്ളത്. ഐ ഫീൽ റിയലി ഗുഡ്. താങ്ക്സ് ടു മൈ യൂട്യൂബ് കമ്മ്യൂണിറ്റി. ഓ മൈ ഗോഡ്, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. എൻ്റെ ആണെങ്കിലും കുറേ ഫാമിലീസും ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തേക്കോടെയൊക്കെ നടക്കുകയും ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു പ്ലസൻനെസ് നൽകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഞാൻ സൺഡേ ആണ് വന്നത്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ സൺഡേ ക്ലോസ്ഡ് ആണല്ലോ. കുറച്ചുകൂടെ ആൾക്കാർ സൺഡേ കുറച്ചുകൂടെ സൈലൻ്റ് ആയതുകൊണ്ടാണ് വന്നത്. പക്ഷെ ഇപ്പോൾ തോന്നുന്നു ഐ കുഡ് ഹാവ് കം ഓൺ സം വർക്കിംഗ് ഡേയ്സ്. കുറച്ചുകൂടെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാമായിരുന്നല്ലോ. സൺഡേ ആണ് എല്ലാവരും ഫാമിലിയായിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. എല്ലാവരും മക്കളൊക്കെ ആയിട്ട് ഗെയിമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ആക്ച്വലി ഞാനൊരു അബദ്ധം കാണിച്ചു. ഞാൻ ഐ ഡിഡ്ന്റ് ടേക്ക് എനി മണി വിത്ത് മീ. തേങ്ങാക്കോല, ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഗൈസ്? ഏകദേശം ഇവിടെ ഇരുട്ടാവാനായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും കാലം എക്സ്പ്ലോർ ചെയ്യായിരുന്നു എന്ന്. വേറെ ഒരു കൺട്രി വന്നിരുന്നിട്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞാൽ വിശ്വസിക്കുമോ? എൻ്റെ 12th ആ ടൈമിലുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഹാരിനെ നിന്നെപ്പറ്റി ഞാൻ വീഡിയോ പറയുന്നുണ്ട് കേട്ടോ. അവനിപ്പോൾ IIT-യിലാണ് ഗൈസ്. അതാ പഠിപ്പിക്കണം അവൻ. IIT-യിലാണ്. സോ ഹി കോൾ മീ ആഫ്റ്റർ എ ലോങ് ടൈം. ഞങ്ങളിരുന്ന് വിശേഷമൊക്കെ പറയായിരുന്നു. കേരള രാഷ്ട്രീയത്തെ പറ്റി ചർച്ച ചെയ്യായിരുന്നു. വേറെ എവിടെ ഇല്ലാട്ടെ, വീട്ടിലൊന്നും സമയമില്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെ സുഖമെന്നാണ് ഞാൻ ആലോചിക്കണേ. ഇപ്പോൾ ഫോണിൻ്റെ ചാർജ് ഇല്ലായപ്പോഴാണ് ഞാൻ കോള് കട്ട് ചെയ്തത്. ഞാൻ ചെയ്ത ഒരു അബദ്ധം എന്ന് പറയുന്നത്, സൺഡേ ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഞാൻ എന്തിനു വന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ആ വരാനുള്ള ഒരു ആ ഒരു തീരുമാനമില്ലേ, അത് ഭയങ്കര ഒരു ഇറ്റ് മേക്സ് മീ ഫീൽ റിയലി ഗുഡ്. ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഉണ്ടാവില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് ഞാൻ എന്തായാലും ഇത് യൂട്യൂബിലിടും. ബിക്കോസ് നാളെ എനിക്ക് ആ ഒരു ധൈര്യം പോയാൽ ഇടയ്ക്കെടുത്ത് കാണാമല്ലോ. You took this decision to come. So yeah, thanks to my YouTube community. I love you all. Thank you so much. ഹലോ, ഈ വ്ളോഗ് കാര്യമായിട്ട് സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷേ
നിങ്ങൾ എന്നോടൊന്നും പറയരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി ഇതുപോലെ പോകും. അപ്പം നല്ല രീതിയിലുള്ള ഷോർട്സും വീഡിയോസൊക്കെ എടുക്കാം. എനിക്ക് സത്യം പറയട്ടെ, നല്ല മുള്ളാൻ മുട്ടുന്നുണ്ട്. അവിടെ ഞാൻ വീട്ടിൽ പോവാം. എനിക്ക് അതേപോലെ കടയില്ലാത്തതുകൊണ്ടൊന്നും കഴിക്കാനും പറ്റില്ല. നമ്മളൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എസെൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഫുഡാണ്. പക്ഷെ ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നില്ല. ബട്ട് അതല്ലല്ലോ നമ്മുടെ പോയിന്റ്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് നമുക്കവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇങ്ങനെ വലിച്ചു നീട്ടി അങ്ങ് നടക്കാം. ഇവിടെ കൂടുതലും മ്യൂസിയംസും ആർട്ട് ഗാലറീസുമാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺഡേ ആയതുകൊണ്ട് ഇവിടെ നമുക്കങ്ങനെ ചെയ്യാനായി കുറേ പരിപാടിയൊന്നുമില്ല. പിന്നെ എനിക്ക് അങ്ങനെ വിശക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. എനിക്കിങ്ങനെ വാട്ടർ ബോഡീസ് ഭയങ്കര ഇഷ്ടമാണ്. കാണുന്നുണ്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. ഒരു മനസ്സിനൊരു സുഖം തോന്നുമല്ലോ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് റിയലി ഗുഡ്. ഇവിടെയൊക്കെ വന്നിട്ട് കുറേ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ ചില്ല് ചെയ്ത് ഒരു പിച്ചയൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാൻ ഭയങ്കര സുഖമായിരിക്കും. അതുപോലൊരു സ്ഥലമാണ്. കപ്പിൾസിനും നല്ല സ്ഥലമാണ്, സിംഗിൾസിനും കപ്പിൾസിനും ഒക്കെ ഒരേപോലെ നല്ല സ്ഥലമാണ്. യെസ്. അവിടെയുള്ള ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ നിൽക്കുന്നവരോട് ഭയങ്കര കുശുമ്പ് തോന്നും. ബിക്കോസ് ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ കിളികളുടെ ഒച്ചയൊക്കെ എപ്പോഴും കേൾക്കാൻ പറ്റുന്നൊരു സ്ഥലമില്ലേ, നമ്മൾ പണ്ട് ചിത്രമൊക്കെ വരയ്ക്കുന്ന സ്ഥലം, അതുപോലത്തെ ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ എന്നും ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഐ ഫീൽ റിയലി ജെലസ് ഓഫ് ദാറ്റ് പീപ്പിൾ. ഇതെന്തോ ഒരു ആർട്ട് ഗാലറിയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഐ ഫീൽ റിയലി കൊറിയൻ വൈബൊക്കെ തോന്നി. ബിക്കോസ് ഞാൻ പെൻ ഹൗസ് സീരീസ് കണ്ട് കഴിഞ്ഞേ ഉള്ളൂ. സോ ഐ എം സ്റ്റിൽ ഇൻ ദാറ്റ് കൊറിയ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതുപോലത്തെ ബിൽഡിങ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൊറിയൻ വൈബൊക്കെ തോന്നി. ഫ്രാൻസിൽ എവിടെ നോക്കിയാലും ബ്രിഡ്ജസ് ആണ്. ലൈക്ക് ബ്രിഡ്ജസിനെ തട്ടി നടക്കാൻ പറ്റില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലം പോലും ഒരു ബ്രിഡ്ജിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ലൈക്ക് ഇറ്റ്സ് ബ്രിഡ്ജസ് എവരിവെയർ. സോ പാരീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ബിൽഡിംഗ് കണ്ടോന്നൊന്നും ചോദിച്ചേക്കരുത്. ബിക്കോസ് 1000 ബ്രിഡ്ജ് പാരീസിൽ തന്നെയുണ്ട്. ആൻഡ് ഇവിടെ ഉണ്ടായിരുന്നു കുറേ ബ്രിഡ്ജസ് എല്ലാം. ആക്ച്വലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഐ മീൻ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഒരു ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ദിസ് ഈസ് ആക്ച്വലി ഒരു ട്രെയിലർ പോലെയാണ് ഞാൻ കാണുന്നത്. ശരിക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ആയിട്ടൊരു ധൈര്യം തരാനായിട്ട് ഐ ടേക്ക് ദിസ് ആസ് എ ട്രെയിലർ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു യാത്ര പോയത് കേട്ടോ. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്ന വഴിയാണ് ഞാൻ ഇതേപോലൊരു കുമ്പ പോലത്തെ ഒരു സാധനം കാണുന്നത്. ഭയങ്കര എൻ്റെ ഉള്ളിലെ ഹിസ്റ്റോറിയൻ ഉണർന്നു. എന്താണ് ഇതിൻ്റെ ചരിത്രം എന്നറിയാൻ ഭയങ്കര ത്വര. ഒരു പണ്ടത്തെ ഒരു കെട്ടിടമാണെന്ന് മനസ്സിലായി. സോ ഐ വെൻ നിയർ ഇറ്റ്. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് പണ്ടത്തെ ഒരു പോട്ടറി കിൽനാണ്. കിൽ മീൻസ് 19th century എന്ന് എഴുതിയിട്ടുണ്ട്. 19th centuryയിൽ പോട്ടറീസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഓവൻ അല്ലെങ്കിൽ ഒരു അവനായിട്ടാണ് ആ ഒരു ബിൽഡിംഗ് യൂസ് ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ക്ലേ എല്ലാം ഹൈ ടെമ്പറേച്ചറിൽ മോൾഡ് ചെയ്തെടുക്കുന്നത്. സോ അതിന് യൂസ് ചെയ്യുന്നൊരു ബിൽഡിംഗ് ആയിരുന്നു ഇത്. ഒരു ഹ്യൂജ് അവനായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്തത് കേട്ടോ. പക്ഷെ എനിക്കിതിൻ്റെ ഉള്ളിൽ അസഹനീയമായ മണം കാരണം ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയൊക്കെ തോന്നി അവിടെ നിന്നപ്പോൾ. അധികം ഡ്യൂറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഒരു 2:30 പോയി ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നു. ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദിസ് പ്ലേസ്. ആൻഡ് ദിസ് ഡേ ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി. ആൻഡ് ദ സെക്കൻഡ് തിങ്,
we turned into 80,000 subscribers. Like, thank you so much. നിങ്ങൾ എനിക്ക് തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈസ് ലൈക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു പേടി ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നെ ഇട്ടത്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ദിസ് ഇസ് യുവർ സൈൻ to go alone and live a happy life. So that's it for this video. Ta-ta!